വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. കേരളം അദ്ദേഹത്തെ VS അച്യുതാനന്ദൻ എന്ന് വിളിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്കുപരിയായി എല്ലാ വിഭാഗം ആൾക്കാർക്കും പ്രിയങ്കരനായൊരു മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു, സത്യസന്ധതയുള്ള ഇടത് രാഷ്ട്രീയക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. BJPക്കാർ പോലും മാതൃകയാക്കിയ ഒരു പെരുമാറ്റമായിരുന്നു, ഇടപെടലായിരുന്നു VS അച്യുതാനന്ദൻ്റേത്. 2006 മുതൽ 2011 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. 82 വയസ്സുള്ളപ്പോഴാണ് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത്. ഏറ്റവും പ്രായം കൂടിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2016 മുതൽ 2021 വരെ മുഖ്യമന്ത്രിയാക്കിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി ക്യാബിനറ്റ് പദവിയോടെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വെറുമൊരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നു VS അച്യുതാനന്ദൻ. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു, ഒപ്പം ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, പത്മവിഭൂഷൺ പുരസ്കാരം കേന്ദ്ര സർക്കാരിന് VSനുള്ള മരണാന്തര ബഹുമതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. അത് കേവലം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കൊടുത്തൊരു പുരസ്കാരമല്ല. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ഒക്കെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു ധിഷണാശാലിക്കുള്ളൊരു പുരസ്കാരം. അതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത്. നറുക്കിട്ടെടുത്തതുമല്ല VSന്റെ പേര്. എന്നിട്ടും CPMകാർക്ക് അന്ന് മുതൽ ചൊറിയായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേദിവസം ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ CPMകാർക്ക് ചൊറിയായിരുന്നു. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പറഞ്ഞു, ഈ പുരസ്കാരം VSന്റെ കുടുംബം വാങ്ങരുത്, VS ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഈ പുരസ്കാരം വാങ്ങില്ലായിരുന്നു എന്ന്. എന്തുകൊണ്ട് വാങ്ങിക്കൂടാ? നമ്മുടെ രാജ്യത്തിൽ ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സഹവർത്തിത്തോടെ പോകുന്നതാണ് സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനത്തെ ഒരു മുൻ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാർ അതിന് രാഷ്ട്രപതി നൽകുന്ന ഒരു പുരസ്കാരം, പത്മവിഭൂഷൺ. അപ്പോൾ ഈ രാജ്യത്തോടും രാജ്യത്തെ ഒരു സർക്കാരിനോടുമൊക്കെ വിശ്വാസവും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ മാത്രമല്ലേ പുരസ്കാരം രണ്ട് കൈന്നിട്ട് വാങ്ങിക്കുകയുള്ളൂ. അല്ലാത്തവർ ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾ ചൈനക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കൊറിയക്കാരാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കും. അതാണ് ഇവർ ചെയ്യേണ്ടത്. എന്താണ് CPMകാരുടെ ആ തന്ത്രം? വേറൊന്നുമില്ല, ഇത് രാഷ്ട്രീയപരമൊന്നുമല്ല. VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ കിട്ടാൻ പാടില്ല. കാരണം അത് കിട്ടിയ CPMകാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ VSന് മരണാന്തര ബഹുമതിയായി പോലും അത് ലഭിക്കരുത്. ഓർമ്മയില്ലാതെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അവസാന നാളുകളിലും VSനെ ഒരു കൈ അകലെ മാറ്റി നിർത്തിയിരുന്നു ഈ CPM ഭരണകൂടം. അവസാന നാളുകളിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ദിനങ്ങൾ അടുത്തു എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനെങ്കിലും ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ തയ്യാറായത്. പിന്നീട് നമ്മൾ വിലാപയാത്രയൊക്കെ കണ്ടതാണല്ലോ. അതൊക്കെ അതിൻ്റെ വഴിയിൽ നടന്നു. പത്മവിഭൂഷൺ എന്ന ദേശീയ പുരസ്കാരം തൻ്റെ അച്ഛനെ തേടി വന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാർ എന്നാണ് പറഞ്ഞത്, കുടുംബം രണ്ട് കൈ നീട്ടി ഈ പുരസ്കാരം സ്വീകരിക്കുന്നുവെന്ന്. അപ്പോഴേ ഒരു അപകടം മണത്തതാണ്. ഇപ്പോഴിതാ അരുൺകുമാർ തിരിച്ചു പറഞ്ഞിരിക്കുന്നു, തീരുമാനം CPM സംസ്ഥാന ഘടകത്തിന് വിട്ടിരിക്കുന്നു, പാർട്ടി തീരുമാനിക്കട്ടെ അച്ഛൻ്റെ പേരിലുള്ള പുരസ്കാരം വാങ്ങണമോ വേണ്ടയോ എന്നത്. ഈ പുരസ്കാരം ഇനി രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒന്നുകിൽ അരുൺകുമാർ രാഷ്ട്രപതി ഭവനിൽ എത്തണം, അല്ലെങ്കിൽ അമ്മ രാഷ്ട്രപതി ഭവനിൽ ചെല്ലണം. അപ്പോൾ കുടുംബത്തിന് ഇപ്പോൾ ആശയക്കുഴപ്പമാണ്. പുരസ്കാരത്തിൽ സന്തോഷമെന്നും ജനഹൃദയങ്ങളിലാണ് VSന്റെ സ്ഥാനമെന്നും ഒക്കെ പറഞ്ഞ ആ കുടുംബം ഇപ്പോൾ പുരസ്കാരം ഏറ്റെടുക്കുന്നത് ആ തീരുമാനം പാർട്ടിക്ക് വിട്ടിരിക്കുന്നു. VSന് മരണാന്തരം പ്രഖ്യാപിച്ച ആ പുരസ്കാരം സ്വീകരിക്കണമോ എന്ന് കുടുംബത്തിന് തീരുമാനിക്കാമെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ മാറുന്നു. എന്താണ് കാരണം? അരുൺകുമാറിന് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കണം. ഇത്തവണ മത്സരിച്ചില്ലെങ്കിൽ വട്ടപൂജ്യമായി പോകും രാഷ്ട്രീയത്തിൽ. പക്ഷേ ഈ അരുൺകുമാർ ഇതുവരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം. രാഷ്ട്രീയക്കാരനാകണമെന്നുണ്ട്, അച്ഛൻ അനുവദിച്ചില്ല. അതിന് കാരണമുണ്ട്, അത് അച്ഛന് വ്യക്തമായിട്ടറിയാം. എങ്കിലും അരുൺകുമാർ അവസാനവട്ടമെന്ന് ശ്രമിക്കുകയാണ്. അച്ഛൻ്റെ പിൻഗാമിയായി പഴയ CPMന്റെ പടയാളി VS അച്യുതാനന്ദൻ്റെ പിൻഗാമിയായി നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരിലേക്ക് ഇറങ്ങാൻ.
പക്ഷേ അതിനെന്ത് വേണം? അതിന് പാർട്ടി തീരുമാനങ്ങൾക്ക് ഒച്ചാനിച്ച് നിൽക്കണം. അപ്പോൾ അരുൺകുമാറിന് ചെയ്യേണ്ടത് ഈ തീരുമാനം പാർട്ടിക്ക് വിട്ടു. പാർട്ടി എന്തായാലും തീരുമാനിക്കും. ഈ പുരസ്കാരം VS അച്യുതാനന്ദൻ്റെ കുടുംബം ഏറ്റുവാങ്ങേണ്ടതില്ല എന്ന് പാർട്ടി ഏകകണ്ഠേന തീരുമാനിക്കും. ഒരു സംശയവുമില്ല. കാരണം എന്ത് തീരുമാനമെടുത്താലും അത് ഉൾപാർട്ടി തീരുമാനമാണ്. അരുൺകുമാറിനും വേണ്ടത് ഈ പത്മവിഭൂഷണല്ല, അച്ഛൻ്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതല്ല. കേരളത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായി മത്സരിക്കണം. ജയിക്കുമോ ഇല്ലേ എന്നുള്ളതും പിന്നത്തെ കാര്യം. ജയിച്ചാൽ അച്ഛനെപ്പോലെ മുഖ്യമന്ത്രിയെ വരാമെന്നാണ് ആ മകൻ്റെ സ്വപ്നം. ഇത്തരം സ്വപ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് BJP ദേശീയ ഘടകം ഒന്നുകൂടി ആലോചിക്കുന്നത് കേരളത്തിൽ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കാൻ. കാരണം CPM ഏറ്റുകൊണ്ടിരിക്കുന്ന അപജയം പല തരത്തിലാണ് ആ പാർട്ടിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഘടകകക്ഷികൾക്ക് നിർണായകമായ സ്ഥാനമുണ്ടാകും, സീറ്റ് പ്രാതിനിധ്യമുണ്ടാകും. ഒപ്പം BJP സ്ഥാനാർത്ഥികളിൽ യുവരക്തമുണ്ടാകും, പുതുമുഖങ്ങളുണ്ടാകും, മുതിർന്ന നേതാക്കളുണ്ടാകും. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ BJPയുടെ 4 പേരോട് പറഞ്ഞാൽ കേൾക്കാവുന്ന പേരുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാകും മത്സരിക്കുക. ഇനി എന്തായാലും VSന് എന്തായാലും പത്മവിഭൂഷൺ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇനി അതുപോലെ ആ റേഞ്ചിൽ പത്മവിഭൂഷണോ പത്മശ്രീയോ ഒക്കെ നേടിയെടുക്കാൻ തക്ക റേഞ്ചുള്ളൊരു CPM നേതാവ് ഇനി ആരുണ്ട്? അതും CPM നേതൃത്വത്തെ അലട്ടുന്നൊരു ചോദ്യമാണ്.